ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ആളുകൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒന്നാണ് ലോ ലൈൻ പ്ലാസന്റ അഥവാ താഴ്ന്ന മറുപിള്ള. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാമോ? അനോമലി സ്കാൻ റിപ്പോർട്ടിൽ പ്ലാസന്റ താഴെയാണെന്ന് കണ്ടാൽ ഉടൻ തന്നെ ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിന് ആവശ്യമായ ഓക്സിജനും ഭക്ഷണവും എത്തിച്ചു നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് പ്ലാസന്റ. പ്രഗ്നൻസിയുടെ ആദ്യഘട്ടങ്ങളിൽ ഇത് താഴെയായി കാണപ്പെടുന്നത് വളരെ സ്വാഭാവികമാണ്. കുഞ്ഞു വളരുന്നതിനനുസരിച്ച് ഗർഭപാത്രം വികസിക്കുമ്പോൾ ഈ മറുപിള്ള സ്വയം മുകളിലേക്ക് കയറിപ്പോകാൻ 90% വരെ സാധ്യതയുണ്ട്. ഇതിനെയാണ് പ്ലാസന്റൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 28 മുതൽ 32 ആഴ്ചകൾ വരെയുള്ള സമയത്തിനുള്ളിലാണ് ഭൂരിഭാഗം ആളുകളിലും പ്ലാസന്റ സാധാരണ സ്ഥാനത്ത് നിന്ന് മാറുന്നത്. എന്നാൽ പ്ലാസന്റ താഴെ ഇരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള വജൈനൽ ബ്ലീഡിങ്ങുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുന്നതും വളരെ ടയറിംഗ് ആയിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നതും നല്ലതാണ്. ഓർക്കുക, താഴ്ന്ന പ്ലാസന്റയെ മുകളിലേക്ക് ഉയർത്താൻ പ്രത്യേക മരുന്നുകളോ വ്യായാമങ്ങളോ ഒന്നുമില്ല. കൃത്യമായ വിശ്രമവും ഗൈനക്കോളജിസ്റ്റിന്റെ നിരീക്ഷണവുമാണ് പ്രധാനം. എന്തെങ്കിലും തരത്തിൽ ചെറിയ രക്തസ്രാവം പോലും കണ്ടാൽ അടിയന്തരമായി ആശുപത്രിയിൽ എത്തേണ്ടതാണ്. ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് പ്ലാസന്റ പ്രീവിയ. പ്ലാസന്റൽ മൈഗ്രേഷൻ നടക്കാതെ പ്ലാസന്റ താഴെ തന്നെ കാണപ്പെടുന്നു. ഇതിന് പ്രോപ്പർ ആയിട്ടുള്ള ബെഡ് റെസ്റ്റും കൃത്യമായിട്ടുള്ള മെഡിക്കൽ അറ്റൻഷനും അത്യാവശ്യമാണ്.